ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. ക്രുദ്ധേശമർദിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദധലബ്ധജീവഃ ത്വത്പൂരിതക്രതുവരഃ പുനരാപശാന്തിം സ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ ഒരു ശ്ലോകം കൂടി കഴിയുമ്പോൾ ദക്ഷയാഗം കഥ വളരെ വലുതാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് 2 ശ്ലോകങ്ങളിലായിട്ട് അത് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ശ്രീ ഭട്ടതിരിപ്പാട്. അദ്ദേഹം ഈ ഒരു ശ്ലോകത്തോടു കൂടി കഥയുടെ 2ാമത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടിരുന്നു സതീദേവിയെ അപമാനിക്കുന്നത് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. നമ്മൾ അതിൻ്റെ ആ കഥ മുഴുവൻ പറഞ്ഞുവെങ്കിലും ഇനി ഉള്ള ശ്ലോകത്തിലാണ് അതിൻ്റെ ബാക്കി ഭാഗം പറയുന്നത്. അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ക്രുദ്ധേശ, ക്രുദ്ധനായ ഈശനാൽ. ഇവിടെ ഈശൻ എന്നതുകൊണ്ട് ആ സാക്ഷാൽ പരമശിവനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മഹാദേവനാൽ മർദ്ദിതമഖ, ഇവിടെ കുറച്ച് വലിയ പദമാണ് ക്രുദ്ധേശ മർദ്ദിതമഖസ്സ. അപ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു വാക്കുകളായിട്ടാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. മർദ്ദിതമഖഃ, മർദ്ദിത എന്ന് പറഞ്ഞാൽ മർദ്ദിക്കപ്പെട്ട അഥവാ തകർക്കപ്പെട്ട, മുടക്കപ്പെട്ട എന്നൊക്കെ. എന്താ മഖഃ, മഖം എന്നാൽ യാഗം, മഖ യാഗത്തോടു കൂടിയവനായി. അപ്പോൾ അങ്ങനെ ക്രുദ്ധനായ സാക്ഷാൽ പരമശിവനാൽ തകർക്കപ്പെട്ട അല്ലെങ്കിൽ മുടക്കപ്പെട്ട യാഗത്തോടു കൂടിയവനായി സഹ, സഹ എന്നാൽ ഇവിടെ ആ ദക്ഷൻ തു ആകട്ടെ കൃത്തശീർഷോ, കൃത്തശീർഷഃ ശീർഷം ശിരസ്, കൃത്തശീർഷ ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായി ദേവപ്രസാദിത ഹരാദധ, ദേവപ്രസാദിത ഹരാത അഥ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ദേവപ്രസാദിത ഹരാദധ. ദേവപ്രസാദിത ഹരാത് എന്ന് പറഞ്ഞാൽ ദേവന്മാരാൽ ദേവഗണങ്ങളാൽ പ്രസാദിപ്പിക്കപ്പെട്ട ഹരാത്, ഹരനിൽ നിന്ന്, ശിവനിൽ നിന്ന്, അഥ പിന്നീട് ലബ്ധജീവഃ പുനർജന്മ ലഭിച്ച ജീവൻ എന്ന് പറഞ്ഞാൽ പുനർജന്മം ലഭിച്ചവനായ ത്വത്പൂരിത ക്രതുവരഃ. അപ്പോൾ ഈ ശിവഭഗവാനെ മറ്റുള്ള ദേവന്മാരൊക്കെ കൂടി, ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരും ഒക്കെ കൂടി പോയി സ്തുതിച്ചു പ്രീതിപ്പെടുത്തി ശിവഭഗവാന്റെ കോപത്തെ അടക്കി അതിനുശേഷം ആ ശിവഭഗവാന്റെ പ്രസാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് ലഭിച്ച പുനർജന്മത്താൽ പിന്നീട് അങ്ങനെ ലഭിച്ചവനായ ആ ദക്ഷൻ ത്വത്പൂരിത ക്രതുവരഃ അങ്ങയാൽ പൂർത്തീകരിക്കപ്പെട്ട ക്രതുവരഃ. ക്രതു എന്നാൽ യജ്ഞം, വര എന്നാൽ ശ്രേഷ്ഠമായ യജ്ഞത്തോടു കൂടിയ. അപ്പോൾ ആ യജ്ഞം പൂർത്തീകരിക്കാൻ ഭഗവാനെ അങ്ങയുടെ ഒരു കൃപ കൊണ്ട്, അങ്ങയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് പിന്നീട് ദക്ഷനായ യജ്ഞം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ശ്രേഷ്ഠമായി പൂർത്തീകരിക്കപ്പെട്ട ആ ഒരു യജ്ഞത്തോടു കൂടിയ പുനരാപ, പുനഃ ആപ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുനരാപ. പുനഃ എന്ന് പറഞ്ഞാൽ പിന്നീട്, ആപ പ്രാപിച്ചു, എന്താ
ശാന്തിം, ശാന്തിയെ. നമ്മൾ കുറച്ച് മുൻപുള്ള ഒരു രംഗത്ത് കണ്ടിരുന്നു, തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടിരുന്നു, ദക്ഷൻ്റെ സ്വഭാവം അശാന്തിയാണ് എന്ന് പറഞ്ഞു അല്ലേ. ഭഗവാനെ അങ്ങയെ നിന്ദിച്ചിരുന്നത് കൊണ്ട്, അങ്ങയെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാതിരുന്നത് കൊണ്ട് കഷ്ടം എപ്പോഴും അശാന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയാകട്ടെ ഭഗവാനെ ഇപ്പോൾ ആ ദക്ഷൻ്റെ അഹങ്കാരമൊക്കെ ശമിച്ച് ഭഗവാനെ അങ്ങയെ മാനിക്കാൻ പഠിച്ചപ്പോൾ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ആ ശ്രേഷ്ഠമായ യജ്ഞം പൂർത്തീകരിക്കാനായി എന്ന് തന്നെയല്ല, അതുകൊണ്ട് തന്നെ അങ്ങയുടെ പ്രീതി കൊണ്ടിപ്പോൾ ശാന്തിയെ പ്രാപിക്കാനും കഴിഞ്ഞു, ശാന്തി അനുഭവിക്കാനും തുടങ്ങി. അങ്ങനെയുള്ള സ ത്വം പ്രശാന്തികര സഹ, അവിടുന്ന് ത്വം അല്ലയോ, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് പ്രശാന്തികര, എല്ലാവർക്കും ആ പരമമായ ഒരു ശാന്തിയെ പ്രദാനം ചെയ്യുന്ന അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള അവിടുന്ന് പാഹി രക്ഷിക്കണമേ മരുത്പുരേശ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന്, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് എല്ലാവർക്കും ശാന്തിയെ പ്രദാനം ചെയ്യുന്ന ഭഗവാനെ അവിടുന്ന് ഞങ്ങളെയും രക്ഷിക്കണമേ. കാരണം ആ ദക്ഷൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ ശിവനായി എങ്കിലും ആ പരമശിവന് പോലും കഴിയാതിരുന്ന കാര്യമായിരുന്നു പിന്നീട് ആ യജ്ഞത്തെ പൂർത്തിയാക്കാൻ ഭഗവാനെ അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ടാണ് കഴിഞ്ഞത്. തന്നെയുമല്ല, ഭഗവാനെ അങ്ങയുടെ പ്രീതി കൊണ്ടാണ് പിന്നീട് ആ അങ്ങയെ ബഹുമാനിച്ച് അങ്ങയുടെ ആ ഒരു പ്രീതി നേടിയത് കൊണ്ടാണ് പിന്നീട് ശാന്തിയെ അനുഭവിക്കാനും ദക്ഷന് ഭാഗ്യം സിദ്ധിച്ചത്. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു പരമമായ ശാന്തിയെ പ്രദാനം ചെയ്യുന്ന അല്ലയോ ഗുരുവായൂരപ്പ, ഞങ്ങളെയും രക്ഷിക്കണമേ. ഇവിടെ ആദ്യം ദക്ഷനെക്കുറിച്ച് പറഞ്ഞു, രജോ ഗുണത്താൽ അന്ധനായി തീർന്നിരുന്ന ദക്ഷൻ എന്ന് പറഞ്ഞു. ഒരു തരത്തിൽ നോക്കിയാൽ അതിന് ശേഷം അതേ രജോ ഗുണത്താൽ കാമക്രോധത്താൽ അന്ധനായി തീർന്നിരുന്നു സാക്ഷാൽ ആ പരമശിവനും. കാരണം ഭഗവാന് തൻ്റെ പ്രിയപത്നിയെ അപമാനിക്കുകയും അങ്ങനെ തനിക്ക് തൻ്റെ പ്രിയപത്നിയുടെ ദേഹത്യാഗത്തിലൂടെ തന്നിൽ പാതിയെ നഷ്ടപ്പെട്ട ആ ശിവഭഗവാനും കോപത്താൽ അന്ധനായി തീർന്നത് കൊണ്ടായിരുന്നു ഇവിടെ ആ യജ്ഞശാല ഒന്നാകെ തച്ചുടച്ചത്. സാക്ഷാൽ ആ യജ്ഞം നടത്തിയിരുന്ന ആ ദക്ഷപ്രജാപതിയുടെ ശിരച്ഛേദം നടത്താൻ പോലും തുനിഞ്ഞത്, അല്ലെങ്കിൽ തൻ്റെ ജടയിൽ നിന്നും ഉത്ഭവിച്ച ആ വീരഭദ്രനെയും ഭദ്രകാളിയെയും കൊണ്ട് അതിന് തുനിഞ്ഞത് ആ ശിവനിൽ ഉദിച്ച രജോ ഗുണത്തിൻ്റെ ആധിക്യം തന്നെയായിരുന്നു. നമുക്ക് കോപം വന്നു കഴിഞ്ഞാൽ ഭഗവാന് ഗീതയിൽ പറയുന്നത് പോലെ ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഒരുവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ക്രോധം അങ്ങോട്ട് മൂർച്ഛിച്ചാൽ ആ ക്രോധത്തിൽ നിന്നാണ് സ്മൃതി വിഭ്രമം ഉണ്ടാകുന്നത് അല്ലേ. ആ ക്രോധം, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ അത് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അല്ലെ, കാമത്തിൽ നിന്നും ക്രോധമുണ്ടാവും. ആ ക്രോധം അങ്ങോട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്മൃതി വിഭ്രമം, നമുക്കൊരു സ്മൃതി അഥവാ നമുക്കൊരു ഓർമ്മയില്ലാതെയാവുന്നു അഥവാ സ്മരണയില്ലാതെയാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിവേകമാണത്. നമ്മുടെ ബന്ധങ്ങളും ചുറ്റുപാടുകളും അതുപോലെ തന്നെ നമ്മളെപ്പോലെ മറ്റുള്ളവർ അവരുടെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ ഈ ക്രോധമുണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്കും കഴിയാതെ വരും. നമ്മളും അതേ വഴിക്ക് തന്നെ പോകുന്നു അല്ലേ. അങ്ങനെ ക്രോധമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആകട്ടെ ആ ദേഷ്യം ഏതൊക്കെ വിധത്തിൽ നമ്മൾ തീർക്കുമെന്നറിയില്ല അല്ലേ. അതാ പറഞ്ഞാൽ ബുദ്ധിനാശം തന്നെ ഉണ്ടാകുന്നു, ബുദ്ധിക്ക് തന്നെ ഒരു ഭ്രമമുണ്ടാകുന്നു. എന്തെല്ലാം നമ്മളൊക്കെ കോപം വന്നാൽ കാട്ടിക്കൂട്ടും. ഇവിടെ ദക്ഷപ്രജാപതിയും അത് തന്നെ ചെയ്തു അല്ലേ. സ്വന്തം മകളായിട്ട് പോലും അപമാനിക്കാൻ തുനിഞ്ഞിറങ്ങി ഇവിടെ ദക്ഷപ്രജാപതിയെങ്കിൽ ആ ശിവഭഗവാന് കോപം വന്നപ്പോൾ തൻ്റെ ജടയിൽ നിന്ന് തന്നെ
ആ ദക്ഷ പ്രജാപതിയെയും ആ യജ്ഞത്തെയും മുഴുവൻ തന്നെയും ഒന്നടങ്കം നശിപ്പിക്കാനുള്ള രീതിയിലേക്ക് ആ കോപം ബുദ്ധിഭ്രമമായിട്ട്, ബുദ്ധിനാശമായിട്ട് മാറി വർത്തിക്കാൻ തുടങ്ങി. അതാവട്ടെ ബുദ്ധിനാശാത് പ്രണശ്യതി, അങ്ങനെയുള്ളത് നാശത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. ഇവിടെ ദക്ഷൻ ചെയ്തതും അത് തന്നെ. ദക്ഷൻ്റെ നാശത്തിലേക്ക് വഴിതെളിച്ചത് തൻ്റെ മകളായ ആ സതീദേവിയെ അപമാനിച്ചതായിരുന്നു. അതാണ് സതീദേവിയെ അല്ലേ അഗ്നിപ്രവേശം നടത്തുന്നതിന്, ആത്മാഹുതി ചെയ്യുന്നതിലേക്ക് നയിച്ചത്. അത് ദക്ഷൻ്റെ തന്നെ ഒരു നാശത്തിലേക്കാണ് അത് വഴിവെച്ചത്. അന്ന് ആ യജ്ഞവേദിയിൽ വെച്ച്, പ്രജാപതിമാരുടെ യജ്ഞവേദിയിൽ വെച്ച് തന്നെ തൻ്റെ മരുമകനായിട്ടുള്ള, തൻ്റെ പുത്രിയുടെ ഭർത്താവായിട്ടുള്ള ആ പരമശിവൻ തന്നെ ബഹുമാനിച്ചില്ല എന്നുള്ളത്, തൻ്റെ ഉള്ളിലെ ആ ഒരു അഹങ്കാരഭാവം എന്നതിലേറെ തന്നെ മറ്റുള്ളവർ ബഹുമാനിച്ചതുപോലെ ത്രിമൂർത്തികളിൽ ഒരാളായിരുന്ന ആ പരമശിവനും ബഹുമാനിക്കണമെന്നുള്ള മോഹം, ആ മോഹമാണ് ക്രോധത്തിലേക്ക് വഴിവെച്ചത്. ആ ക്രോധമാണ് ബുദ്ധിനാശത്തിൽ, സ്മൃതി ഭ്രമത്തിലേക്കും തദ്വാര ബുദ്ധിനാശത്തിലേക്കും, അല്ലേ, തൻ്റെ മകളെയും മരുമകനെയും ഒക്കെ മറന്നുകൊണ്ട് താനൊരു യജ്ഞം നടത്താൻ തീരുമാനിക്കുകയും ആ ഹവിർഭാഗം പരമശിവനിലെത്താതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നും പിന്നീട് ഇങ്ങോട്ട് അത് എത്തിച്ചത് ആ സ്മൃതിഭ്രമം ബുദ്ധിനാശത്തിലേക്കും, ആ ബുദ്ധിനാശം കൊണ്ടാണ് സതീദേവിയെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ ഇരുന്നത്. ആ ബുദ്ധിനാശമാകട്ടെ തൻ്റെ തന്നെ നാശത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു, കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഇവിടെ ശിവഭഗവാനും അങ്ങനെ തന്നെ ആ കോപം മൂത്തിട്ട് ചെയ്യുന്ന ഒരു സൽക്കർമ്മം, നടന്നുകൊണ്ടിരുന്ന ഒരു സൽക്കർമ്മ വേദിയെ പോലും തച്ചുടയ്ക്കാൻ ആ മോഹത്തിൽ നിന്നുണ്ടായ കോപം സ്മൃതിഭ്രംശത്തിലേക്കും പിന്നീട് അത് ബുദ്ധിനാശത്തിലേക്കും, ആ ദക്ഷൻ്റെ തന്നെ തല അരിഞ്ഞു വീഴ്ത്തുന്നതിലേക്കും എത്തിച്ചതുപോലെ, അല്ലേ, പിന്നീട് അത് അവിടെ നടന്നത് അത്രയും നാശങ്ങളായിരുന്നു. എല്ലാം നാശത്തിലേക്കാണ് പിന്നെ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ നമുക്കുമൊക്കെ ഇത് തന്നെയാണ്. ഈ ഒരു കോപം ആത്യന്തികമായി ബുദ്ധിഭ്രമത്തിലേക്കും അതേപോലെ തന്നെ നാശത്തിലേക്കുമാണ് കൊണ്ടെത്തിക്കുന്നത്. ഇത് രണ്ടുദാഹരണങ്ങളും ഒരേ കഥയിലെ രണ്ടു പേർക്കും അവർ സഞ്ചരിച്ച വഴി ഒന്ന് തന്നെയായിരുന്നു. അവസാനം നാശത്തിലേക്ക് അത് എത്തിക്കുകയും ചെയ്തു. ശിവഭഗവാന്റെ നാശത്തിലേക്ക് അല്ലെങ്കിൽ പോലും അത് ഇതുപോലെ ഒരു മംഗളകരമായ ഒരു യജ്ഞവേദിയെ അതിൻ്റെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശിവഭഗവാന്റെ കോപത്തിന് കഴിഞ്ഞതുപോലെ കോപം എന്നത് സജ്ജനങ്ങളെ ആഗ്രഹങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, കാമത്തിൽ നിന്നാണ്. നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം. കാരണം നമ്മുടെ ഉള്ളിലെ നമ്മുടെ മൂല്യം നമ്മൾ നിർണ്ണയിക്കുന്നത് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന അംഗീകാരങ്ങളിലൂടെയാണ്, ബഹുമാനങ്ങളിലൂടെയാണ്. ഇത് സത്യത്തിൽ ഞാനെന്ന അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാര ബുദ്ധിയാണ് പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കണം, മറ്റുള്ളവർ നൽകുന്ന കൽപ്പിക്കുന്ന മൂല്യമാണ് നമ്മുടേതെന്ന് കരുതുന്നത്. ആര് ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും സജ്ജനങ്ങളെ, ഈ ജീർണിക്കുന്ന ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആ പരമമായ സത്തായ ചൈതന്യമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ചൈതന്യത്തിൻ്റെ മൂല്യം കൽപ്പിക്കാൻ നമുക്കാർക്കും യോഗ്യതയില്ല എന്നറിയുക. എങ്ങനെയാ ഭഗവാനെ അവിടുത്തെ മൂല്യത്തെ നിർണ്ണയിക്കാനാകുക? അവിടുത്തെ തന്നെ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായ ജീവാത്മാവിൻ്റെ മൂല്യത്തെ നിർണ്ണയിക്കാൻ എങ്ങനെയാ ഭഗവാനെ കഴിയുക? അപ്പോൾ മൂല്യം നിർണ്ണയിക്കാനാവാത്തത്ര മൂല്യമുള്ള ഒന്നാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഉള്ളിലെ ഈ ജീവചൈതന്യമാണ് നമ്മൾ ഓരോരുത്തരും.
ഈ ദേഹസംബന്ധമായ ദേഹാഭിമാനങ്ങളും അപമാനങ്ങളും ഇല്ലാതെയാകണമെങ്കിൽ ഈ തത്വം നന്നായി ഉള്ളിൽ ഉറച്ചാൽ മതിയാകും. കാരണം അഭിമാനവും അപമാനവും ഒക്കെ ഈ ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ദേഹസംബന്ധമായ വിഷയങ്ങളിലേ ഉള്ളൂ. ദേഹത്തിന് അതീതമായി ഞാനെന്ന ആ ജീവാത്മാവ്, ആ പരമമായ സത്യം, അതിൻ്റെ മൂല്യം നിർണയിക്കാൻ ഈ ലോകത്തൊരു സൃഷ്ടിക്കും കഴിയില്ല എന്നറിയുക. നമുക്കാർക്കും മറ്റൊരാളിൻ്റെ മൂല്യം നിർണയിക്കാനുള്ള യോഗ്യതയില്ല എന്നറിയുക. അതിന് കഴിയില്ലെന്നറിയുക. കാരണം അത് ദേഹത്തിൻ്റെ മാത്രമാണ് മൂല്യം നിർണയിക്കാൻ കഴിയുക. ദേഹത്തിന് അതീതമായ ആ പരമമായ സത്യത്തെയാണ് ഭക്തിയിലൂടെ നമ്മളൊക്കെ കാണേണ്ടതും അറിയേണ്ടതും ബഹുമാനിക്കേണ്ടതും വണങ്ങേണ്ടതും. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ക്രുദ്ധേശമർദിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദധലബ്ധജീവഃ ത്വത്പൂരിതക്രതുവരഃ പുനരാപശാന്തിം സ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ക്രുദ്ധേശാണ്. ക്രുദ്ധേ ശമർദിത അല്ല, അത് ശ്രദ്ധിക്കുക. അതുപോലെ ക്രുദ്ധേശമർദിത മഖസ്സ, ആ സ കൂട്ടക്ഷരമാണ്, കട്ടിയിൽ തന്നെ വായിക്കുക. പിന്നെ അടുത്ത പാദത്തിലേക്ക് വരുമ്പോൾ ദേവപ്രസാദിത ഹരാദഥ, അവിടെ ദായ്ക്ക് അകാരം കൊടുക്കുക, അഥ ആണ്. പിന്നെ അടുത്ത അതേ പാദത്തിൽ ലബ്ധജീവ, അവിടെ വിസർഗമുണ്ട്. അടുത്ത വരിയിലും ത്വത്പൂരിത ക്രതുവര, അവിടെയും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് സ ത്വം പ്രശാന്തികര, അവിടെ സത്വം ആകരുത്. സത്വം, സ കഴിഞ്ഞൊരു ചെറിയൊരു പോസ് ഒന്ന് ചെറുതായിട്ടൊന്ന് നിർത്തിയിട്ട് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി നോക്കാം. സഹ തു ക്രുദ്ധേശമർദിതമഖഃ കൃത്തശീർഷഃ അഥ ദേവപ്രസാദിതഹരാത് ലബ്ധജീവഃ ത്വത്പൂരിതക്രതുവരഃ പുനഃ ശാന്തിം ആപ ഹേ പ്രശാന്തികര മരുത്പുരേശ സഹ ത്വം പാഹി. ഒന്നുകൂടി പറയാം. സഹ തു ക്രുദ്ധേശമർദിതമഖഃ കൃത്തശീർഷഃ അഥ ദേവപ്രസാദിതഹരാത് ലബ്ധജീവഃ ത്വത്പൂരിതക്രതുവരഃ പുനഃ ശാന്തിം ആപ ഹേ പ്രശാന്തികര മരുത്പുരേശ സഹ ത്വം പാഹി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.